VK Bro CKD യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തങ്ങൾമരുടെ മേലെ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഇതിന് മുന്നേ കാണിച്ച വാഗമൺ വീഡിയോ ഒക്കെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ വാഗമണിൽ അഡ്വഞ്ചർ പാലം സ്ഥലത്ത് വന്നിക്കാണ്. അപ്പൊ ഇവിടെ അടിപൊളിയാണ്, നല്ല തിരക്കുണ്ട്. ഇപ്പൊ എന്താ അറിയില്ല, ശനിയാഴ്ച ആയിട്ട് എന്താ അറിയില്ല, നല്ല തിരക്കാണ്. വണ്ടികള് വ്യൂ തന്നെ, വ്യൂ പോയിന്റ് തന്നെ മെയിൻ കട കേട്ടോ. കാണാൻ നല്ല വ്യൂ. കാരണം തന്നെ ഇവിടെ ഒരു കുന്നും പ്രദേശമാകൊണ്ടേ, ആ ഒരു ഹൈറ്റ് ഉള്ള സ്ഥലമാകൊണ്ട് ആ ഒരു നാല് പുറത്തേക്കുള്ളൊരു വ്യൂ. അതിനൊക്കെ മെയിൻ ഘടകം ഇവിടെ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് വ്യൂ പോയിന്റ് കയറാൻ പോകട്ടോ. 3 നില ഉണ്ടാക്കിയിട്ടുണ്ട്, 3 ബിൽഡിംഗ് ആയിട്ട് ഇരുമ്പോണ്ട ഉണ്ടാക്കിക്കണേ. ഞങ്ങൾ അതിന്റെ മുകളിൽ കയറി നോക്കട്ടെ. അപ്പൊ അതിന്റെ മുകളിലെ വ്യൂ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങള് നല്ല രസമുള്ള ഏരിയ കേട്ടോ. വാഗമണ്ണിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രകൃതി തന്നെ കേട്ടോ കാണുക. പ്രകൃതി പറഞ്ഞാൽ ഈ ഹൈറ്റുള്ള പ്രദേശം കൊണ്ട് 4 പുറത്തേക്കും നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത്. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് ഇപ്പോൾ രാവിലെ ഒരു 9 മണി വരെ നല്ല തണുപ്പ് വരുന്നു. അതിന് ശേഷം ഭയങ്കര ചൂട് കേട്ടോ. നല്ല തണുപ്പാണ് വെച്ചാൽ ആ ഒരു വാഗമണ്ണിലേക്ക് വരണ്ട, നല്ല ചൂടാണ്. നമ്മളെ നാട്ടിലേക്ക് ഒരു ക്ലൈമറ്റ് തന്നെ ഇവിടെ. പട്ടാമ്പി ഏരിയയിലൊക്കെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. നമ്മളെ നാട് പട്ടാമ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ പട്ടാമ്പി പറയുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നല്ല രസമാണ് സംഭവം. പ്രകൃതി ഇങ്ങനെ കാണുകയാണ്, നമ്മൾ പ്രകൃതി വീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ചേരം ക്രിക്കറ്റ് കളിക്കണം പറഞ്ഞിട്ട്, നമ്മൾ നല്ല ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ക്രിക്കറ്റ് കളിക്കണം പറഞ്ഞിട്ട് 250 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് 2 ഓവർ ക്രിക്കറ്റ് കളിക്കാൻ വന്നിക്കുകയാണ്. അങ്ങനെ ആ ക്രിക്കറ്റ് കളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്രിക്കറ്റ് കളി 6 ഒക്കെ അടിക്കണക്ക് മാത്രമേ കാണാനുള്ളൂ, പുറത്താർക്കും കാണില്ല. വീശിന് മാത്രമേ പുറത്തുള്ളവർക്ക് കാണുന്നുള്ളൂ. 6 ഇങ്ങനെ അടിച്ച് കൂട്ടുന്നുണ്ട് ഞാൻ. പുറത്തുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടണമില്ല. 250 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. ഷാമിന് ഷൂട്ട് വേണം പറഞ്ഞിട്ടേ ഷൂട്ടിന് ടിക്കറ്റ് ഇങ്ങനെ പോവുക. ചിൽഡ്രൻസ് പാർക്കാണ്. ഓലോട് പറയും കുറച്ച് പ്രസ് ചെയ്തടിക്കടാ, വലിച്ചടിക്കും ക്ഷമ. ആ യെല്ലോയിൽക്കടെ എത്തിക്കണം. അതിനുശേഷം നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിക്ക ഹോട്ടൽ സഫ. നല്ല ഫുഡാണ്, പക്ഷെ നല്ല തിരക്കോട്ടം. അങ്ങനെ നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യണു. അതിന് ശേഷം നമുക്ക് നമ്മുടെ സീറ്റ് കിട്ടിയപ്പോൾ ഫുഡ് ഏത് വെച്ചാലും കഴിക്കട്ടെ. ബിരിയാണി കഴിക്കാം, ചോറ് കഴിക്കാം. നല്ല ഫുഡ്, അടിപൊളി ഫുഡ്. ഈ ടൂറിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ, ഫുഡൊന്നും പറയാനില്ല. അതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വണ്ടി കയറുകയാണ്. വണ്ടി കയറുന്നതിന് മുന്നേ അതിൻ്റെ മുന്നത്തെ ഒരു വീട്ടിൽ നിന്നൊരു നമ്മളെ നാട്ടിലൊന്നും കാണാത്ത തരം ഒരു പൂവ്, ഗേറ്റുമ്മൽ. ആ പൂവ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അതൊക്കെ നമുക്ക് കാണുന്നത്. അതിന് ശേഷം നമ്മളിതാ വാഗമൺ ഹിൽസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഗാർഡനിലേക്ക് വരികയാണ്. ഇനി നമ്മൾ ഗാർഡനിലെ വീഡിയോ നമുക്ക് കാണാം. നല്ല തിരക്കാട്ടോ, ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ.
ഒക്കെ കേരളീയരും തമിഴന്മാരും കേരളീയരും അല്ലേ, വേറെ സ്റ്റേറ്റ് ഒന്നും കണ്ടില്ല. നല്ല വ്യൂ. നമ്മളതിന് ശേഷം എന്താ പിന്നെ ഗാർഡൻ്റെ വീഡിയോ കാണിക്കാം. നമ്മളപ്പോൾ ഒരു തേക്കും കാടുണ്ട്. ആ തേക്കും കാടിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ. അപ്പോൾ അവിടെ കാണുന്നതാണ് കേരള എന്തോ ഒരു ക്യാൻറ്റീനാണത്, വനിതാ ക്യാൻറ്റീൻ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ പർച്ചേസിനായിട്ടുള്ള സ്ഥലങ്ങളാണ്, നമുക്ക് എന്ത് വാങ്ങിച്ചാലും പർച്ചേസ് ചെയ്യാം നമ്മളെ. അപ്പോൾ ആ തേക്കും തോട്ടത്തിൽ നല്ല ഭംഗിയാട്ടോ. തേക്കും തോട്ടം ഇതിൻ്റെ ഹൈലൈറ്റ്. തേക്കും കാട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അവിടേക്ക് ഇപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മൾ ഇവിടെ ഒന്നും കാണാനില്ലാന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയപ്പോഴല്ല അതിൻ്റെ വൈബും അതിൻ്റെ വ്യൂ. ഇവിടെ ഭയങ്കര ചൂടാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മളിവിടെ ഒരു സ്റ്റുഡൻസുകൾ വിൽക്കുന്ന ഒരു തരം പിന്നെ പാൽക്കോവമായുള്ള സ്വീറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ആ സ്വീറ്റിനെ കുറിച്ച് ഈ സ്റ്റുഡൻറ്റ് പെൺകുട്ടി ഇതിനെക്കുറിച്ച് കുറച്ച് വിശദീകരണം തരുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നു. ഗീ ബിസ്ക്കറ്റ് ഉണ്ട്, നെയ്യിന്റെ ബിസ്ക്കറ്റ് ആണ്. നെയ്യ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്, പ്യൂർ കൗഗിയാണ്. അത് വെച്ചുണ്ടാക്കുന്നതാണ് 70. അല്ല വേറെ. പിന്നെ പേടയുണ്ട്, പേട 60, കോക്കനട്ട് ബർഫി 70, ഗുലാബ് ജാമുൻ 70. ഗീ ബിസ്ക്കറ്റ് ബട്ടർ കുക്കീസ്. നല്ല സാധനം. അതേമാതിരി അടിച്ചോളൂ. ഒരു ചാനലുണ്ട്, ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി പറയുന്നത്. അതെ ഒന്നോ ബട്ടർ കുക്കീസ്, ബട്ടർ, മൈദ, ഷുഗർ, ഇത് മൂന്നും വെച്ചുണ്ടാക്കുന്നതാണ്. മെയിൻലി നമ്മൾ പാലിന്റെ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നെയ്യിന്റെ ബിസ്ക്കറ്റ് ആണ്. നമ്മൾ തന്നെ പശുവിന്റെ നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്. ആ നെയ്യ് വെച്ചുണ്ടാക്കുന്നത് ഹോം മെയ്ഡ് അല്ല, സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ബിടെക് ഡയറി ടെക്നോളജി എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അച്ചാറ് വല്ലതും. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കുംകാടിൻ്റെ ഉള്ളിൽ ടിക്കറ്റൊക്കെ എടുക്കണ്ട, പാസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെ കയറി. അങ്ങനെ ആരൊക്കെ ടിക്കറ്റ് എടുത്ത് ഓരോ കൂടെ ഞങ്ങളും കയറി. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയപ്പോഴല്ലേ ആ ഒരു ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിട്ട് അതിനുള്ളിൽ നല്ല സുഖമുണ്ട്. അതിനുള്ളിൽ തണുത്ത് ഇനി ഇവിടുന്ന് കുറച്ച് നമുക്ക് ഈ തേക്കുംകാടിൻ്റെ വീഡിയോ കാണാം. നല്ല രസമാണ്, അടിപൊളിയാണ്, നല്ല തിരക്കുമുണ്ട്, എൻജോയും ചെയ്യാം. ഞങ്ങളുടെ ടിക്കറ്റ് തണുപ്പുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കേ വീഡിയോ എന്താ പറയുന്നതിന്. അപ്പൊ നമ്മള് വാഗമണ്ണില് ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ ഭയങ്കര വൈബാട്ടോ, ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റ്. പുറത്ത് ഭയങ്കര ചൂടല്ല, ഇവിടെ ഭയങ്കര തണുപ്പ്. ഞങ്ങള് സത്യത്തിൽ ഇങ്ങോട്ട് കയറാതെ പോകുമല്ലോ. ഒരു അടിപൊളി വൈബായി. തടി ഒന്ന് തണുത്തു, അങ്ങനെ കൂളായി. നല്ല രസം, നല്ല തിരക്കുണ്ടെന്ന്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മളിട്ടത് വാഗമണിലെ 2ാം ഭാഗമാണ്.
അപ്പോൾ ഇനിയൊരു ഭാഗം കൂടിയുണ്ട്, അത് അടുത്ത വീഡിയോയുമായി ഇനിയും വരും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ VK Bro CKD ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി നാളെ വരും. ഓക്കെ.